ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അഡ്വാൻസ് ലെവലിലേക്ക് പോകാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഉണ്ടെന്നുണ്ട്. ഏതൊക്കെയാണ്? ക്രിപ്റ്റോ ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ്. ഇങ്ങനെ 3 തരത്തിലുള്ള മാർക്കറ്റ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവും, നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരു എക്സ്ചേഞ്ച്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ NSE, BSE, ഇങ്ങനെ നമുക്ക് 2 എക്സ്ചേഞ്ച് ആണുള്ളത്. ഈ എക്സ്ചേഞ്ചിൽ എന്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, യൂലിപ്സ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ETF ഉണ്ട്, കമ്മോഡിറ്റീസ് ഉണ്ട്, NPF ഉണ്ട്, ഡെറിവേറ്റീവ് മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റുകൾ അല്ലെ പ്രൊഡക്റ്റുകൾ ഈ NSEയിലും BSEയിലും അവൈലബിൾ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. NSEയിലും BSEയിലും ലഭിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടി. ആസ് എ സിറ്റിസൺ ഈ 2 എക്സ്ചേഞ്ചിൽ നമുക്ക് ആക്സസ് കിട്ടുന്ന ഒരു ബ്രോക്കർ ത്രൂ ആണ് നമുക്ക് ആക്സസ് ഉള്ളത്. ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്റ്റോക്ക്, അല്ലെങ്കിൽ സെറോദ, അല്ലെങ്കിൽ ജിയോജിത്ത്, അല്ലെങ്കിൽ ഏഞ്ചൽ ഫണ്ട്, അല്ലെങ്കിൽ ആലീസ് ബ്ലൂ, ഇങ്ങനെ, അല്ലെങ്കിൽ ജിയോജിത്ത്, ഇങ്ങനെ പലതരത്തിലുള്ള ബ്രോക്കർമാരുണ്ട്. ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ കീഴിൽ നമ്മൾ അക്കൗണ്ട് എടുക്കണം. അക്കൗണ്ട് എടുത്തിട്ട് ബ്രോക്കറിന്റെ ടെർമിനലിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫെഡറൽ ബാങ്കിന്റെ 10 സ്റ്റോക്ക് വേണം. ഫെഡറൽ ബാങ്കിന്റെ 10 സ്റ്റോക്ക് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഏകദേശം 289, 290, ഇവിടെ 289 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 ഷെയർ വേണം. അപ്പം നിങ്ങളിൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രോക്കറിനോട് പറയുന്നത് NSE എങ്കിൽ NSE, BSE എങ്കിൽ BSE. അപ്പോൾ NSEയിലേക്ക് ഞാൻ എക്സ്ചേഞ്ചിലേക്ക് ബ്രോക്കറിനോട് പറയുന്നു എനിക്ക് ഫെഡറൽ ബാങ്കിന്റെ 10 സ്റ്റോക്ക് 289 രൂപയ്ക്ക് വേണമെന്ന്. അപ്പോൾ എന്താ, ഈ എക്സ്ചേഞ്ചിലേക്ക് ബ്രോക്കർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. 10 ഷെയർ 289 രൂപയ്ക്ക് വേണം. അപ്പം 10 ഷെയർ 289 രൂപയ്ക്ക് വിൽക്കാനായിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ട്രാൻസാക്ഷൻ മാച്ച് ചെയ്ത എക്സ്ചേഞ്ച് എനിക്ക് തരികയും എൻ്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് എന്ത് ചെയ്യും, ഈ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആളുടേക്കും കൊടുക്കും. അപ്പം ഇതാണ് ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടി. നമ്മൾ ഒരു മൊബൈലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഇതൊരു ഗാംബ്ലിംഗ് ആയി പോകുന്ന ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അത് അറിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഗെയിം കളിക്കുന്ന ലാഘവത്തിൽ പടയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പം അത് വരാണ്ടിരിക്കാനായിട്ട് ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയണം. അപ്പോൾ ഇന്ത്യയിൽ 2 എക്സ്ചേഞ്ച് ഉണ്ട്, NSE ഉണ്ട്, BSE ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് വാങ്ങി ഹോൾഡ് ചെയ്യും. ഈ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇൻട്രാഡേ മാത്രമായിട്ട് കാണരുത് കേട്ടോ. ട്രേഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വ്യാപാരം എന്നാണ്. ഓക്കെ, വ്യാപാരം, അത് ഷോർട്ട് ടൈമോ ലോങ് ടൈമോ ആ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടാൽ ട്രേഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇൻട്രാഡേ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്കും ആദ്യം ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്നത്. ബ്രോക്കർ ഉണ്ടാവും, 2 എക്സ്ചേഞ്ച് ഉണ്ടാവും, NSE ഉണ്ടാവും, BSE ഉണ്ടാവും. പിന്നെ ഈ NSE, BSE ആണെങ്കിലും ഈ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന 3 ഘടകങ്ങളാണ്. ഒന്ന് ഗവൺമെൻറ്, 2 സെബി, 3 RBI. ഇവരുടെ 3 പേരും പോളിസീസ് ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റും. ബേസിക്ക് അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കാൻ ഒരാഗ്രഹം ഉള്ളവർക്ക് ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസം ഒന്നും അതിലൊരു ഘടകമല്ല. നിങ്ങൾ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം ഉള്ള ആളോ, 18 വയസ്സ് പൂർത്തിയായി, പാൻ കാർഡ്, ആധാർ കാർഡ്, ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു സ്റ്റോക്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്ടർ. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ പഠിക്കും. വീഡിയോ ഏകദേശം ലെങ്തി ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് എൻ്റെ ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പം